പല്ലുവേദന ആയിട്ട് ഒരു 4 days മുന്നേ ഞാൻ ഡെന്റൽ ഡോക്ടറെ കാണിക്കാൻ പോയിരുന്നു. പല്ലിന് നല്ല പെയിൻ ഉണ്ടായതുകൊണ്ട് ഒരു 4 days മെഡിസിൻ കഴിച്ചതിന് ശേഷം ആ ഒരു പല്ല് എടുക്കാന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. 3 days ആ മെഡിസിൻ ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നല്ല പെയിന് കുറവുണ്ട്. അതുപോലെ ഇന്ന് ഉപ്പക്ക് ഡയാലിസിസ് ഉള്ള ഒരു ദിവസമാണ്. അങ്ങനെ രാവിലെ തന്നെ ഉപ്പനെയും കൊണ്ട് ഡയാലിസിസ് സെന്ററിലേക്ക് പോകണം. കുറച്ച് ദിവസം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് മഞ്ഞിനൊരു കുറവില്ല. രാവിലെ നല്ല മഞ്ഞാണ്. ഡയാലിസിസ് സെന്ററിലെത്തി ഉപ്പന്റെ വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്ത് ഉപ്പനെ ബെഡിൽ കിടത്തി ഞാൻ നേരെ വെയിറ്റിംഗ് ഏരിയയിലേക്ക് പോകുന്നു. ഒരു 1.5 മണിക്കൂറൊക്കെ ആകുമ്പോൾ ഉപ്പക്ക് ചായ കൊടുത്ത് അതിനുശേഷം ഉപ്പക്ക് അയൺ സൂക്രോസ് ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. അതിന് NS ബാക്കി കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടായിരുന്നു. ഞാൻ അത് വാങ്ങിച്ചു കൊടുത്ത് ഉച്ചക്ക് ഇപ്പന്റെ ഡയാലിസിസ് കഴിഞ്ഞ് ഇപ്പൊ പുറത്തിറങ്ങി. പോകുന്ന വഴിക്ക് ഉപ്പക്ക് കഴിക്കാനുള്ള കുറച്ച് മെഡിസിൻസ് വാങ്ങിക്കാൻ മെഡിക്കൽ ഷോപ്പ് കയറി. അവിടുന്ന് ഉപ്പക്ക് 2 ചോക്ലേറ്റ്സ് വേണമെന്ന് പറഞ്ഞ് ചോക്ലേറ്റ്സ് വാങ്ങിച്ചു. കാറിലെത്തി ചോക്ലേറ്റ്സ് നോക്കിയപ്പോഴാണ് ഉപ്പ ഉദ്ദേശിച്ച ചോക്ലേറ്റ് അതല്ലാന്ന് ഉപ്പക്ക് മനസ്സിലായത്. അങ്ങനെ ഉപ്പനെ വീട്ടിലാക്കി ഞാൻ നേരെ ഡെന്റൽ ക്ലിനിക്കിലേക്ക് പോയി. ലാസ്റ്റിലെ പല്ലായതുകൊണ്ട് അത് കുറച്ച് മാത്രമേ പുറത്ത് കാണുന്നുള്ളൂ. പിന്നെ അതിന്റെ ഒരു സൈഡ് പൊട്ടിയിട്ടുമുണ്ട്. അതുകൊണ്ട് സർജറി ചെയ്ത് എടുക്കാന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്റെ മുന്നേ വേറൊരു സർജറി ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു നേരം ഞാൻ വെയിറ്റ് ചെയ്ത് അതിനുശേഷം എന്നെ അകത്തേക്ക് വിളിച്ചു. അകത്ത് കയറി എടുക്കാനുള്ള പല്ലിന്റെ എക്സ്റേ ഒക്കെ ചെക്ക് ചെയ്ത് മെഡിസിന് അലർജി എന്തുണ്ടോ നോക്കാനായി കയ്യിലൊരു ടെസ്റ്റ് ഡോസും തന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അലർജിന്റെ സിംറ്റംസ് ഒന്നും കാണിക്കാത്തതുകൊണ്ട് വീണ്ടും വിളിച്ച് തരിപ്പിക്കാനുള്ള ഇഞ്ചക്ഷൻ തന്നു. ഏകദേശം ഒരു 10-15 പ്രാവശ്യം വായക്കകത്ത് ഇഞ്ചക്ഷൻ വെച്ച് കുത്തിയിട്ടുണ്ടാവും. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും എന്നോട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അതിനിടയിൽ ബുദ്ധിമുട്ട് എന്തുണ്ടെങ്കിൽ പറയാനും പറഞ്ഞിട്ടുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് സർജറി ചെയ്യാൻ വിളിച്ചു. സീനിയർ സർജനാണ് സർജറി ചെയ്യുന്നത്. ഞാൻ ആ ഡോക്ടർ വായന്റെ അകത്ത് തൊട്ട് നോക്കിയപ്പോഴാണ് ആദ്യം ഇഞ്ചക്ഷൻ വെച്ച ഭാഗത്ത് തൊടുന്ന ടൈമിൽ എനിക്ക് പെയിൻ ഉണ്ടെന്ന് മനസ്സിലായത്. ജൂനിയർ ഡോക്ടർ ആയിരുന്നു ആദ്യം ഇഞ്ചക്ഷൻ വെച്ചത്. അങ്ങനെ ആ ഡോക്ടർ എന്തുകൊണ്ടാണ് ആ ഒരു ഭാഗത്ത് തരിക്കാത്തത് എന്ന് ആ ജൂനിയർ ഡോക്ടേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇഞ്ചക്ഷൻ വെക്കേണ്ട ഓരോ പൊസിഷനും കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഡോക്ടർ ഒരു 7-8 പ്രാവശ്യം വായന്റെ അകത്ത് ഓരോ പ്രാവശ്യം ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ട്. ആ ഒരു ഇഞ്ചക്ഷൻ വെച്ചതിന് ശേഷം പിന്നെ തൊട്ടാലും അറിയില്ല. ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് ആ ഒരു പല്ല് അങ്ങോട്ട് എടുത്തു. അതിനുശേഷം പല്ലെടുത്ത ഭാഗത്ത് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. സ്റ്റിച്ചിട്ട ഭാഗം ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു 7 days കൊണ്ട് ആ സ്റ്റിച്ച് എടുക്കാന്ന് പറഞ്ഞു. സർജറി ചെയ്താൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ കഴിക്കാനുള്ള മെഡിസിൻസ് ഒക്കെ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ഷോപ്പിൽ പോയി ആ ഒരു മെഡിസിൻസ് ഒക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് പോകുന്നു. സത്യം പറഞ്ഞാൽ തരിപ്പ് വിട്ട് കഴിഞ്ഞാൽ നല്ല പെയിൻ ഉണ്ടാകുന്നതായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് ഒരു പെയിനും ഇല്ലായിരുന്നു. പല്ലിന് സ്റ്റിച്ച് ഇട്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. മുഖത്ത് പിറ്റേ ദിവസം ചെറിയൊരു വീക്ക് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ അത് പോവുകയും ചെയ്തു. ഇനി ഒരു 2 days തണുത്തത് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ദാറ്റ്സ് ഫോർ ടുഡേ. ബാക്കി നാളെ.